ഇന്നത്തെ ന്യൂസ് പേപ്പറിൽ തന്നിട്ടുള്ള ഈ ആഴ്ചയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കറണ്ട് അഫെയർ ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ISROയുടെ പുതിയ ചെയർമാൻ വി നാരായണൻ. എസ് സോമനാഥിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒഴിവിലേക്കാണ് വി നാരായണനെ അപ്പോയിൻ്റ് ചെയ്തിട്ടുള്ളത്. ISROയുടെ പുതിയ ചെയർമാനായിട്ട് വി നാരായണൻ വന്നിട്ടുണ്ട്. 2025 ജനുവരിയിൽ അന്തരിച്ച ഫ്രാൻസിലെ തീവ്ര വലതുപക്ഷ പാർട്ടിയായ നാഷണൽ റാലിയുടെ സഹസ്ഥാപകൻ ആരാണ്? ജീൻ മാരി ലെ പെൻ ആണ്. 2025 ജനുവരിയിൽ അന്തരിച്ച ഫ്രാൻസിലെ തീവ്ര വലതുപക്ഷ പാർട്ടിയായ നാഷണൽ റാലിയുടെ സഹസ്ഥാപകൻ ജീൻ മാരി ലെ പെൻ. 18ാമത് പ്രവാസി ഭാരതീയ ദിവസിൻ്റെ വേദി ഭുവനേശ്വറിലെ ഒഡീഷയിലെ ഭുവനേശ്വറാണ്. 18ാമത് പ്രവാസി ഭാരതീയ ദിവസിൻ്റെ വേദി ഒഡീഷയിലെ ഭുവനേശ്വർ. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവ ജേതാക്കൾ തൃശ്ശൂരാണ്. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവ ജേതാക്കൾ തൃശ്ശൂരാണ്. പാലക്കാടിനെ 1 പോയിൻറ്റിന് തോൽപ്പിച്ചുകൊണ്ടാണ് തൃശ്ശൂർ ജേതാക്കളായത്. 2025 ജനുവരിയിൽ അത്ലറ്റിക്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ അത്ലറ്റ്സ് കമ്മിറ്റി അധ്യക്ഷയായി നിയമിതയായത് അഞ്ജു ബോബി ജോർജാണ്. 2025 ജനുവരിയിൽ അത്ലറ്റിക്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ അത്ലറ്റ്സ് കമ്മീഷൻ അധ്യക്ഷയായി നിയമിതയായത് അഞ്ജു ബോബി ജോർജ്. പഞ്ചായത്ത് സേ പാർലമെൻറ്റ് 2.0 പദ്ധതി ഏത് ഗോത്ര നേതാവിൻ്റെ 150ാം ജന്മവാർഷികത്തോടനുബന്ധിച്ചാണ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്? പഞ്ചായത്ത് സേ പാർലമെൻറ്റ് 2.0 പദ്ധതി ഏത് ഗോത്ര നേതാവിൻ്റെ 150ാം ജന്മവാർഷികത്തോടനുബന്ധിച്ചാണ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്? ഉത്തരം ബിർസ മുണ്ടയാണ്. ബിർസ മുണ്ടയുടെ 150ാം ജന്മവാർഷികത്തോടനുബന്ധിച്ചാണ് പഞ്ചായത്ത് സേ പാർലമെൻറ്റ് എന്ന പദ്ധതി പാർലമെൻറ്റ് 2.0 എന്ന പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. 2025 ജനുവരിയിൽ ബ്രിക്സ് പുതുതായി പൂർണ്ണാംഗത്വം നേടിയ രാജ്യം. 2025 ജനുവരിയിൽ ബ്രിക്സിൽ പുതുതായി പൂർണ്ണാംഗത്വം നേടിയ രാജ്യം ഇന്തോനേഷ്യയാണ്. 2025 ജനുവരിയിൽ ബ്രിക്സിൽ പൂർണ്ണാംഗത്വം നേടിയത്. ദേശാടന പക്ഷികളുടെ വരവ് ആഘോഷമാക്കി ജനുവരിയിൽ 4 വർഷത്തിനു ശേഷം ഫ്ലമിംഗോ ഫെസ്റ്റിവൽ സംഘടിപ്പിച്ച സംസ്ഥാനം. ദേശാടന പക്ഷികളുടെ വരവ് ആഘോഷമാക്കി ജനുവരിയിൽ 4 വർഷത്തിനു ശേഷം ഫ്ലമിംഗോ ഫെസ്റ്റിവൽ സംഘടിപ്പിച്ച സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. ആന്ധ്രാപ്രദേശ്. ലെബനൻ്റെ പുതിയ പ്രസിഡന്റ് ജോസഫ് ഔൻ. ക്രൊയേഷ്യയുടെ പ്രസിഡൻ്റായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് സോറൻ മിലാനോവിക് ആണ്. ക്രൊയേഷ്യയുടെ പ്രസിഡൻ്റായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് സോറൻ മിലാനോവിക്. അപ്പോൾ കുറച്ച് ചോദ്യങ്ങൾ, വളരെ പ്രധാനപ്പെട്ട കുറച്ച് കറണ്ട് അഫെയർ ചോദ്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാവുകൊണ്ട് തന്നെ ഒന്ന് ശ്രദ്ധിച്ച് വയ്ക്കുക. കറണ്ട് അഫെയർ ചോദ്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ പരീക്ഷകൾക്ക്. മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.